ആലപ്പുഴ നൂറനാട്ടേക്ക് പോവുകയാണ്. അവിടെ ലെപ്രസി സാനിറ്റോറിയത്തിലെ അന്തേവാസികളുടെ ആദ്യ ഉല്ലാസയാത്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുഷ്ഠരോഗം, ആ രോഗം ബാധിച്ചവരുടെ മനസ്സുകൾക്ക് അത് ആഹ്ലാദത്തിന്റെ ദിവസമായിരുന്നു. അവരുടെ സന്തോഷം അതൊന്ന് കണ്ടുവരാം. ആശുപത്രിയുടെ മതിൽക്കെട്ടിന് പുറത്തെ കാഴ്ചകളിലേക്ക് അവർ ഒന്നിച്ചിറങ്ങി. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ 30 അന്തേവാസികൾ. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ജീവിതഭാരം. ആശുപത്രി സൂപ്രണ്ട് PV വിദ്യയാണ് അന്തേവാസികളുടെ മനസ്സിന്റെ മുരടിപ്പ് മാറ്റാൻ ഉല്ലാസയാത്ര എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഏറ്റവും സന്തോഷമുള്ള ഒരു അവസരമാണ്. പലർക്കും ഗുരുതരമായ മറ്റ് അസുഖങ്ങൾ ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തി ആരോഗ്യമുള്ളവരെ മാത്രം ഒരു ദിവസത്തേക്ക് അഴീക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത്. ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും എല്ലാ സഹായവും നൽകി. ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരുടെയും അനുമതിയൊക്കെ മേടിച്ചിട്ടാണ് ഇത്തരമൊരു നീക്കം DMOയുടെയും സൂപ്രണ്ടിനും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അഴീക്കൽ ബീച്ചിൽ 3 മണിക്കൂറോളം സംഘം ചെലവഴിച്ചു. നൂറനാട് ലെപ്രസി സാനറ്റോറിയത്തിലെ ജീവനക്കാരാണ് ഉല്ലാസയാത്രയ്ക്ക് ആവശ്യമായ ചെലവ് വഹിച്ചത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണനാണ് നമ്മുടെ കൂടെ ഉള്ളത്. രഘു, വലിയൊരു രോഗത്താൽ വലയുന്നവരാണ്. മാത്രമല്ല അത്രത്തോളം പ്രായമുള്ള വ്യക്തികളാണ്. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെയും ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിൽ എല്ലാവരും ഒക്കെ ഒന്നിച്ച് ഒരു യാത്രയൊക്കെ പോവുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ കാര്യമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു യാത്ര ഒരുക്കിയ അധികൃതർക്ക് ഉൾപ്പെടെ ഒരു കൈയടി നൽകാം. പൊതുവെ കുഷ്ഠരോഗികളോട് അത്ര നല്ല സമീപനമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ എന്ന് മാത്രമല്ല ബന്ധുക്കൾ പോലും ചില ആളുകളെ അല്ലെങ്കിൽ ഈ രോഗമുള്ള ആളുകളെ കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്. അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കേന്ദ്രങ്ങളിലൊക്കെ തള്ളാറുമുണ്ട്. എന്തായാലും ഈ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ധാരാളം അന്തേവാസികളുണ്ട്. അവിടെ 40 വർഷത്തിലധികമായി താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു യാത്രക്കാരൻ, നമ്മൾ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം 40 വർഷത്തോളമായി ഈ ആശുപത്രിയിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന് പുറത്തൊക്കെ പോയി കാഴ്ചകളൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഡോക്ടർമാരോടൊക്കെ പറയുകയും ചില നല്ല മനസ്സുള്ള ഡോക്ടർമാർ അവരുടെ മുൻകൈ എടുക്കുകയും ജില്ലാ ഭരണകൂടത്തോട് അനുമതി തേടുകയും അവിടെ KSRTC ആണെങ്കിലും ഒപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധികളാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ജീവനക്കാരെല്ലാം ഒരു ഒത്തൊരുമയോടുകൂടി ഒരേ മനസ്സോടുകൂടി ഈ അന്തേവാസികളോട് അവരുടെ വലിയൊരു കാരുണ്യം ചൊരിയുകയാണ് ചെയ്തത്. കാരണം പല ആളുകളും ധാരാളം വർഷമായി പുറത്തിറങ്ങിയിട്ട്, അതായത് ആശുപത്രി വലിയൊരു മതിൽക്കെട്ടിനകത്താണ്, അവിടെയൊക്കെ അവർക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തെ കാഴ്ചകൾ കാണണമെന്നുള്ള അവരുടെ അതിയായ ആഗ്രഹവുമാണ് സബലീകരിച്ചിരിക്കുന്നത്. 30ഓളം അന്തേവാസികൾ. കാരണം എല്ലാവരെയും കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പല ആളുകൾക്കും നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവരെ കൊണ്ടുപോയില്ല. എന്നാൽ വാഹനത്തിൽ കയറാനൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകളെ എല്ലാം കൊണ്ടുപോയി. അവർ 2 മണിക്കൂറോളമാണ് അവിടെ നിന്ന് നൂറനാട് നിന്ന് കായംകുളം വഴി അഴീക്കൽ അവിടെ അടുത്തുള്ളൊരു ബീച്ചാണ്. ഒരു 20 കിലോമീറ്റർ അടുത്ത് ഉള്ള സ്ഥലമാണ്. അവിടെ പോയി മണിക്കൂറുകളോളം അവർ കടലിൻ്റെ സൗന്ദര്യം കണ്ടു. അതായത് എന്ന് മാത്രവുമല്ല, അതൊരു ഒരു പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, കിളികളെയൊക്കെ കൂട്ടിൽ നിന്ന് തുറന്നു വിടുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം പോലെയായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടത്. അവർക്ക് വലിയ മാനസിക ഉല്ലാസമായിരുന്നു. ആളുകളെ കണ്ടു വലിയ സന്തോഷത്തിലാണ് അവരുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നല്ലൊരു പരിപാടിക്ക് മുൻകൈയെടുത്ത് അവിടുത്തെ ഡോക്ടർമാർക്കും എന്ന് മാത്രമല്ല ഇതിൻ്റെ സർവ്വ ചെലവ് എടുത്ത ജീവനക്കാർക്കും ഇതിൻ്റെ സൗകര്യങ്ങളും ചെയ്തു നൽകിയ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു കൈയടി തന്നെ നൽകാം.